എൻ്റെ പ്രിയപ്പെട്ടവരെ, വൈ ഷുഡ് ഐ ബി ഹെൽപ്ഡ്? ഞാൻ എന്തുകൊണ്ട് ദൈവത്താൽ സഹായിക്കപ്പെടണം? വൈ ഷുഡ് ഗോഡ് ഹെൽപ്പ് മീ? എന്തുകൊണ്ട് ദൈവം എന്നെ സഹായിക്കണം? ജനറലായിട്ടുള്ള കാര്യങ്ങളല്ല, ജനറലായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിയുടെ കൂടെയുള്ളതാണ്. ഉൽപ്പത്തി അനുഗ്രഹങ്ങളെന്ന് പറയുന്ന ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ്, മക്കളുണ്ടാകുക, പഠിക്കുക, ആരോഗ്യമായിട്ട് ജീവിക്കുക, ജോലി കിട്ടുക, വിവാഹം കഴിക്കുക, അതെല്ലാം ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ളതാണ്. സന്താന പുഷ്ടികളുടെ പെരുകി ഭൂമിയെ നിൻ്റെ ജീവിതത്തെ കീഴടക്കുക എന്നുള്ളത് ആദ്യമേ ദൈവം കൊടുത്തിരിക്കുന്ന ബ്ലെസ്സിങ്സാണ്. ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് യുക്തിവാദികളും നിരീശ്വരവാദികളായാലും ശരി, അവർക്കും കുഞ്ഞുങ്ങളുണ്ടാകുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്യും, വീട് വെക്കുകയും ചെയ്യും. അതിനൊന്നും പ്രാർത്ഥനയുടെ ഒരു ആവശ്യമില്ല. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പർട്ടിക്കുലർ ബ്ലെസ്സിങ്സ്, വിശിഷ്യ ഉള്ള അനുഗ്രഹങ്ങൾ. ഈ വിശിഷ്യ ഉള്ള അനുഗ്രഹങ്ങളെന്ന് പറയണത് ഒരു ഓർഡിനറി എപ്പോക്കിൽ നിന്ന് പെട്ടെന്ന് ട്വിസ്റ്റിങ് സംഭവിച്ചിട്ട് നമ്മളുടെ മുഴുവൻ മെറിറ്റ് വാനിഷ് ഔട്ടായിട്ട് വി വിൽ ബി റെഡ്യൂസ് ഇൻ ടു സീറോ മെറിറ്റ്. ഈ സീറോ മെറിറ്റ്കാരാണ് ഒരു ദൈവത്തിൻ്റെ സ്പെഷ്യൽ സഹായം ആവശ്യമായി വരുന്നവർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കണത്. നോർമലായിട്ട് ഓർഡിനറി ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങൾ നടക്കാതെ നമ്മളത് എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാക്ഷ്യാനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ്. ഓർഡിനറി ബ്ലെസ്സിങ്സ് ആർക്കും കിട്ടാം. പക്ഷേ സീറോ മെറിറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ കഴിവ് ഇനി വിലപ്പോകത്തില്ല എന്ന് വരുന്ന അവസ്ഥയിൽ നമ്മൾക്കൊരു അവലംബം ആവശ്യമായി വരും. ഇതിനാണ് എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. എക്സ്ട്രാ ഓർഡിനറി വിശേഷവിദ്യയായ അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ടാർപ്പിംഗ് നടക്കുന്നത് കവനൻ്റിലാണ്, ഉടമ്പടിയിലാണ്. എക്സ്ട്രാ ഓർഡിനറി അനുഗ്രഹങ്ങൾ മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഉടമ്പടിയിലാണ്. കാര്യം നമ്മൾ ഒരു ദിവസം അപ്പ് ചെയ്യുന്നത് 20 സാക്ഷ്യങ്ങളാണ്. 10 സാക്ഷ്യങ്ങൾ ഇൻഡിവിജ്വൽ സാക്ഷ്യങ്ങൾ അപ്പ് ചെയ്യും. കൂടാതെ കളക്റ്റീവായിട്ട് ക്ലസ്റ്ററായിട്ട് ഒരു 15 സാക്ഷ്യം വേറെ അപ്പ് ചെയ്യും. അതെല്ലാം സിംഗിൾ ഡേയിലാണ്. അപ്പോൾ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെ ഏറ്റവും കൂടുതൽ വെൽക്കം ചെയ്യുന്നത് കവനൻ്റാണ്. മനുഷ്യൻ്റെ ക്ലേശങ്ങൾ, വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള അവൻ്റെ ക്ലേശങ്ങളെ ഭയങ്കരമായ രീതിയിൽ ഹോൾ ഹാർട്ടഡ് വെൽക്കമിങ് ആണ് ഈ കവനൻറ്റിൻ്റെ പ്രൊവിഷനിൽ നടക്കുന്നത്. കവനൻറ്റ് ഇസ് എ പ്രൊവിഷൻ ഓഫ് ഗോഡ് വേർ ഗോഡ് വെൽക്കംസ് എവരിബഡി ഇൻ എനി സിറ്റുവേഷൻ. അത്രയും കൃത്യമായിട്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആൾക്കാർ ഇപ്പം പറയണത്, അവർക്കൊരു വിഷമം ഉണ്ടായ ഉടനെ അറിയാവുന്നവർ പറയും കൃപാസന അമ്മയെടുത്ത് പോയാൽ ശരിയാകും എന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കും കൃപാസന അമ്മയെ ഞങ്ങളിങ്ങനെ ഐഡിയലായിട്ട് ഉയർത്തിക്കൊണ്ട് വരികയാണ്. അല്ല, നമ്മൾ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ക്രിസ്തുവിനെയാണ്. കൃപാസന അമ്മയുടെ ഒരു മോഡ് ഓഫ് ഓപ്പറാന്തിയിൽ നമ്മൾ ക്രിസ്തുവിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഓപ്പറേഷൻ മോഡാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളോട് ഞങ്ങൾ പറയണതും മാതാവിന് സാക്ഷ്യം വഹിക്കാനല്ല പറയണത്. ഞങ്ങൾ പറയണത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനാണ് പറയുന്നത്. ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ദൈവം ഈ ഭൂമിയിലുണ്ട്. വിഷമസന്ധിയിലിരിക്കുന്ന മനുഷ്യന് ആശ്വാസത്തിൻ്റെ കൈകൾ അവൻ നീട്ടിത്തരും. ആരിലേക്കാണ് അത് നീട്ടിത്തരണത്? അങ്ങനെ ആശ്വാസത്തിൻ്റെ കൈകൾ നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബൈബിള് കേൾക്കുന്ന ആൾക്കാർ ഉടനെ ചോദിക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാപക യോഹന്നാനോട് ജനങ്ങൾ, പട്ടാളക്കാരൊക്കെ ചോദിച്ചതാണ്,
ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 3:10 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജനക്കൂട്ടം അവനോട് ചോദിച്ചു. പറഞ്ഞ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ചുങ്കക്കാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ആരോടും കൂടുതൽ ഈടാക്കരുത്. അപ്പോൾ ഈ കൂടുതൽ ഈടാക്കുക എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു ജന്മിത്ത മനോഭാവങ്ങളിൽ വരുന്ന ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും ജന്മികളാണേ. ഇവിടെ ആരും തൊഴിലാളികളും പൊടികിടപ്പുകാരും ഇല്ല, എല്ലാവരും ജന്മികളാണ്. അവരുടെ താഴെ ഉള്ളവരോട് അവർ കൂടുതൽ ഈടാക്കും. എപ്പോഴായാലും അവരുടെ റൂളിങ്ങിൻ്റെ താഴെയുള്ളത് ആരാണ്, അവരോട് അവരുടെ എല്ലൊടിയണ രീതിയിൽ അവർ നമ്മൾ ഈടാക്കും. അതാണ് എല്ലാവരും ജന്മികളാണെന്ന് പറയണത്. ആരെങ്കിലും ഒരു വംശത്തെ ജന്മികളായിട്ട് അവരുടെ അരിവാൾ കൊണ്ട് അവരുടെ പെടലി എടുക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. ബേസിക്കായിട്ട് മനോഭാവത്തിൽ എല്ലാവരും ജന്മികളാണ്. എല്ലാവരും അവരുടെ താഴെയുള്ളവർക്ക് നിന്ന് മാക്സിമം ഈടാക്കാൻ നോക്കും. ഇപ്പം ചെടുത്തി ആങ്ങളമാരാണെങ്കിൽ പെങ്ങന്മാരെ കൊണ്ട് എന്തുമാത്രം ഒഴിക്കാൻ പറ്റും അത്രയും ചെയ്യും. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ കൊണ്ടും ചെയ്യും. ഇങ്ങനെ തങ്ങളുടെ കീഴിലുള്ള കൂടുതൽ ഈടാക്കുക, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന വിഷയങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം, നല്ലതാണ്. ഞാൻ ആരെങ്കിലും കൊണ്ട് കൂടുതൽ ഈടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പം ചില ആൾക്കാരെ കണ്ടില്ലേ, അതായത് അവരുടെ അടുത്ത് കണ്ണട ഇരിക്കുന്നുണ്ടെങ്കിലും വിളിക്കും, പിള്ളേരെ വിളിക്കും, സജി എന്നൊക്കെ വിളിച്ചു വന്നിട്ട്, ഡാ സജി എന്താ അപ്പ കണ്ണട എന്തേ? കണ്ണട അപ്പൻ്റെ അടുത്തിരിപ്പില്ലേ, എടുക്കത്തില്ല അപ്പൻ. കൂടുതൽ ഈടാക്കുകയാണ്. ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് വല്ല കാര്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ജന്മികളാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. കണ്ണട അടുത്തിരിപ്പുണ്ടെങ്കിലും കളിക്കാൻ പോയ കൊച്ചിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അടുത്തുള്ള കണ്ണട ഇടിപ്പിക്കും, അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പം എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു സാധനം കിടക്കുന്നുണ്ട്. സുവിശേഷം സ്വീകരിക്കുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഉടമ്പടി നമ്മളെ വിളിക്കുന്നത് ഒരു മാറ്റത്തിലേക്ക്, ചുമ്മാ മാറ്റമല്ല, ക്രിസ്തുവിനെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റമാണ്. ഹോശാനക്കാണെങ്കിലും ഒരു നീതി അവിടെ ഉണ്ട്. നമുക്ക് ഹോശാന ഞായറാഴ്ച കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണിത്. ഹോശാന ഞായറാഴ്ച എന്താ പറയണത്? നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ കവാടത്തിങ്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കണത് കാണും. തൽക്കാലം അതിന് വായ്പ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇതിനെ അഴിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഗുരുവിന് ഇതിനെക്കൊണ്ട് ഇപ്പോഴാവശ്യമുണ്ട്, ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തരാം. അതാണ് അതിൻ്റെ നീതി എന്ന് പറയണത്. ഇപ്പം നമുക്ക് കണ്ടവൻ്റെ മുതലാണെങ്കിലും നമുക്ക് തൽക്കാലം ആവശ്യപ്പെട്ടാലും അത് കഴിയുമ്പോൾ നമ്മളെ തിരിച്ച് കൊടുക്കണം. അതാണ് സംഭവം. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. എന്നിട്ട് അവർ പിന്നെ അവസാനം തിരക്കി വീട്ടിൽ വരുമ്പോൾ ഞാൻ മറന്നുപോയി എന്ന് പറയും. പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. അപ്പം ചിലർ പറയും, ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാൻ ഇരിക്കരുതെന്ന് പറയും. വെറുതെ കള്ളത്തരം. ഇതെല്ലാം കള്ളത്തരമാണ്. ഇതിലൊന്നും ഇവർക്കൊന്നും ഉടമ്പെടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അവർ കൂടുതൽ ഈടാക്കണവരാണ്. അപ്പം നിങ്ങളൊന്ന് ആത്മശോധന, ഞാൻ കൂടുതൽ ഈടാക്കുന്നുണ്ടോ എല്ലാ വിഷയത്തിനും? പട്ടാളക്കാരോട് പറയണത് എന്താണ്? നിങ്ങൾ ഗുണ്ടകളാണ്, സർക്കാരിൻ്റെ ഒഫീഷ്യൽ ഗുണ്ടകളാണ്. പക്ഷെ ഗുണ്ട പണി എല്ലായിടത്തും പോയി കാണിച്ചേക്കരുത്, അല്ലേ? ഇപ്പം പട്ടാളക്കാരും പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മർദ്ദന ഉപകരണങ്ങളാണ് അവർക്ക് അവരുടെ ജോലി അതാണ്. കാര്യം തിന്മ ചെയ്യുന്നവനെ ജനങ്ങൾക്ക് സുരക്ഷിതവും സമാധാന ജീവിതവുമായി കൊടുക്കാൻ വേണ്ടി അവരെ ഗുണ്ടാപ്പണി
സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ, പട്ടാളക്കാരല്ല, ഇപ്പോഴും അല്ല, പണ്ടും അങ്ങനെ തന്നെ ഇത്. ആ പണി ഇല്ലെങ്കിൽ ഈ സമൂഹം നശിച്ചു പോകും. പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ കണ്ട എല്ലാ ബുദ്ധിയും ബോധവും ഇല്ലാത്ത, നിയമബോധവും ഇല്ലാത്ത, നിയമത്തോട് ബഹുമാനം ഇല്ലാത്തവന്മാരെല്ലാം ഗുണ്ടകളാവും. അങ്ങനെ ജനജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. പക്ഷേ അങ്ങനെ പട്ടാളക്കാരോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? പട്ടാളക്കാരോട് വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താ? പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. വ്യാജമായ കുറ്റാരോപണം ചെയ്യരുത്, നിങ്ങൾ വേതനം കൊണ്ട് ഈ തൃപ്തിപ്പെടലുള്ള വിഷയമാണല്ലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം, തൃപ്തിപ്പെടലാണ്. ഇപ്പോൾ പട്ടാളക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കിട്ടിയ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? തൃപ്തിയുടെ നിലവാരം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. തൃപ്തി ഓരോ ദിവസം ചെല്ലും തോറും ആൾക്കാരുടെ തൃപ്തിയുടെ നിലവാരം കൂടിക്കൊണ്ടിരിക്കും. ഈ കൊല്ലം മാരുതി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, തൃപ്തിപ്പെടുകയാണ്. അടുത്ത കൊല്ലം ഒപ്പലാസ്ട്ര കൊണ്ടുവരും. കാര്യം എന്താ? തൃപ്തിയില്ല. ഈ മാരുതി കൊണ്ട് തൃപ്തിയില്ല. പിന്നെ എങ്ങനെയാണ് ഏത് കാലത്ത് മനുഷ്യൻ രക്ഷപ്പെടാൻ? ഏത് കാലത്ത്? അതാണ് നിങ്ങൾ തൃപ്തിപ്പെടുക എന്നുള്ളത് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിലവാരമാണ്. ഇതിന് ഉള്ള പ്രശ്നമെന്ന് പറയണത്, ഇത് മനുഷ്യൻ നിങ്ങൾ ഏത് മതം എടുത്താലും ഏത് ജീവിത രീതി എടുത്താലും മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ, ബുദ്ധനോട് ചോദിച്ചു തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം? ബുദ്ധൻ ഒരു പൊട്ടത്തരം പറഞ്ഞ്, അങ്ങേര് പറഞ്ഞ് ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഈവിൾ. എല്ലാ തിന്മകൾക്കും കാരണം ഡിസയറാണ്. ഇവിടെ ഡിസയർ എന്നാണ് അവസാനിക്കണത്? കടലിൽ ഓളം അവസാനിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? കടലിനെ സ്വിച്ചിട്ട് നമ്മൾ എയർ ബ്രേക്ക് ചെയ്യുക? ഇല്ല. കടലാണെങ്കിൽ ഓളം ഉണ്ടാവും, മനസ്സാണെങ്കിൽ ഇച്ഛകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പുതിയ പുതിയ തൃപ്തി പുതിയ പുതിയ അതൃപ്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് പുതിയ പുതിയ അതൃപ്തികളാണ്. പുതിയ അതൃപ്തികൾ കാലത്തിൻ്റെ കുഴപ്പം വെച്ചാൽ കാലത്തിൻ്റെ ഒപ്പം നമ്മൾ വളരുന്നതനുസരിച്ച് പുതിയ അതൃപ്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു നില വെച്ച് താമസിക്കുന്നവന് അതൃപ്തിയാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് വെട്ടിച്ച് നോക്കി കഴുത്ത് ഉളുക്കിയിട്ട് പറയും അപ്പുറത്ത് 2 നില ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതിന് 2 നിലയാക്കാൻ വേണ്ടി അവൻ ബ്ലേഡിന് പോയി മൊത്തം ഊറ്റുകാരോട് കാശ് വാങ്ങിക്കും. പിന്നെ അവർ നിങ്ങളുടെ കിഡ്നിയും പറിച്ചുകൊണ്ട് പോകും. അതല്ലേ പ്രശ്നം? ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ആരാണ്? തൃപ്തിക്കുറവാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും തൃപ്തിക്കുറവാണ്. അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് തൃപ്തിക്കുറവിനെ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണം. അതൃപ്തിയെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾ കുരിശാരോഹണത്തിൽ ഉയർപ്പിലും വിശ്വസിക്കണ മുമ്പ് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്നെങ്കിൽ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതൃപ്തിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും? അത് ഭയങ്കരമായൊരു വിഷയമാണ്. എന്നുവെച്ചാൽ അതൃപ്തി എന്ന് പറയുന്ന സംഭവം ഈ മുഴക്ക് വെള്ളത്തിൽ 3 പേരെ പറ്റിക്കണമെന്ന് പറയും. ഈ ഒരു മീനുണ്ട്, ബ്രാലെന്ന് പറയും, കണ്ണം ബ്രാലെന്ന് പറയും. ബ്രാലിനൊക്കെ കണ്ടു കാണുമല്ല. പിടിച്ചാൽ അവൻ അഴുക്കി ചീറ്റി അവൻ കയ്യിൽ നിന്ന് ഒഴുതിപ്പോവും. നമ്മൾ കുടത്തിലിട്ട് അവനെ പിടിക്കാൻ പറ്റത്തില്ല. കൈയിട്ട് കഴിയുമ്പോൾ അവൻ കറങ്ങി കളിക്കും. എന്താണ്? മുഴക്ക് വെള്ളത്തിൽ 3 പേരെ പറ്റിക്കും. അതൃപ്തിക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മനസ്സിന് അങ്ങനൊരു പ്രോബ്ലമുണ്ട്. അവൻ ഇങ്ങനെ നമ്മളെ പിടിതരാതെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഒരെണ്ണം നമ്മൾ വിചാരിച്ച് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത പാത്രത്തിൽ നോക്കും, അവിടെ എന്താ വിളമ്പിയെന്ന് നോക്കും, അവിടെ എന്താ കൊട്ടയിട്ട് മൂടി വെച്ചിരിക്കണമെന്ന് നോക്കും. അതൃപ്തിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും പോലും അടുത്തതെല്ലാം മൂടി വെച്ചിരിക്കണം, എല്ലാം തുറന്നു നോക്കിക്കൊണ്ടിരിക്കും. ആ അതൃപ്തിയാണത്. അത് നമ്മുടെ സിസ്റ്റം, ഇത് ഫെയിലിയർ ഈസ് ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. സിസ്റ്റത്തിൽ തന്നെ ഫെയിലിയർ ബിൽറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യനെ തകർച്ച അവൻ്റെ സിസ്റ്റത്തിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ആ തകർച്ചയുടെ ഒരു കാരണം അതൃപ്തിയാണ്. ഈ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്നുള്ള കാലം, അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഈശോ ഒരു അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണ ഭാഗമുണ്ട്. എവിടെയാണത്? അത് 5 ഭർത്താക്കന്മാർ ഉപയോഗിച്ചിട്ടും അതൃപ്തി ബാക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെ ട്രീറ്റ് ചെയ്യണ വിധം കണ്ടില്ലേ ബൈബിളിൽ? അവർക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. നമ്മൾ ഈ ആത്മീയത എന്ന് പറയണ ഇതാണ് സാധനം.
5 ഭർത്താക്കന്മാർ ഈ ഭൂമിയിൽ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര ലാവിഷ് ലൈഫാണ്. ഈ ലാവിഷ് ലൈഫ് 5 ഭർത്താക്കന്മാർ ഉപയോഗിച്ച് മാറ്റിയിട്ടും ആ ചേടത്തി എന്താ പറയുക, ഈശോ എന്താ പറയുക അവരെ കണ്ടപ്പോൾ, ഈ വെള്ളം കുടിക്കണവർ ഇനിയും ദാഹിക്കുമെന്നാണ് പറയണത്. കാര്യം നീ ഇനി 6ാമത്തെ ഭർത്താവും 60ാമത്തെ ഭർത്താവും വന്നാലും ചേടത്തി നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകത്തില്ല. കാര്യം എന്താ, നിനക്ക് അതിർത്തി ബെട്ടിൻ്റെ സിസ്റ്റമാണ്. നിന്റെ സിസ്റ്റത്തിൽ അതിർത്തി അതല്ല ഇതല്ല നല്ലത്, അതായിരിക്കും നല്ലത്. പിന്നെ ആ ചേട്ടനെയും കൂടി മയക്കി കയ്യിലാക്കി, അല്ലെങ്കിൽ ആ പെണ്ണിനെയും കൂടി മയക്കി കയ്യിലാക്കി, ഇങ്ങനെ അതല്ലേ ഈ ഭർത്താക്കന്മാർ ഭാര്യമാർ നല്ല ഭാര്യമാരും ഉണ്ടാക്കണം, മറ്റു പെണ്ണുങ്ങളെ ഇങ്ങനെ കറങ്ങി പൂവാലന്മാർ നടക്കില്ല. ഭർത്താക്കന്മാരാണെങ്കിലും അവർ ബേസിക് പൂവാലന്മാരായിട്ട് നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതല്ലേ ഭാര്യമാരൊക്കെ ചിലരൊക്കെ ഇങ്ങനെ തീ കത്തിച്ചൊക്കെ മരിക്കണേ. എന്താ കാര്യം? ഈ മനുഷ്യൻ്റെ മൊബൈൽ നോക്കിയിട്ടാണ്. ഇയാൾ നമ്മളോട് സംസാരിക്കാൻ അയാൾക്ക് സമയമില്ല. എന്നാൽ മൊബൈൽ അയാൾ പുറത്തിറങ്ങും ഭയങ്കരമായിട്ടുള്ള 1 മണിക്കൂറൊക്കെ സംസാരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ യഥാർത്ഥ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജീവിക്കണമെന്ന് തോന്നിപ്പോവും. കാര്യം മനുഷ്യൻ്റെ അതൃപ്തിയാണ്. ഈ നോൻപ് കാലമാണ് ഇതിനൊക്കെ പറ്റുന്ന ഒരു സമയം, ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള സമയം. പക്ഷേ നോൻപ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തന്മാരായി ജീവിക്കുന്ന ഒരു സമയമാണ് ചില ആൾക്കാർക്ക്. നോൻപ് ഉണ്ടായിട്ട് നോൻപ് എടുക്കാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ? നോൻപ് എടുത്തിട്ട് ഇനി ഈസ്റ്റർ വന്നിട്ട് ഘോഷിക്കാതിരിക്കുന്ന ആൾക്കാരില്ലേ? രണ്ടും ഒരുപോലെയാണ്. നോൻപ് ഉണ്ടായിട്ടും നോൻപ് എടുക്കാത്തവനും നോൻപ് ഈസ്റ്റർ കഴിഞ്ഞിട്ട് നോൻപ് ബ്രേക്ക് ചെയ്യാനിരിക്കുന്ന ആൾക്കാരും ഒരേ വള്ളത്തിൽ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന, അവിടെ ഉള്ളിലെല്ലാം ഉള്ളത് അതൃപ്തിയാണ്. അതൃപ്തി. അവർക്കൊന്നും മുതലാകണില്ല. അവർക്കൊന്നും എഴുപിന്നലെ ഒരു പ്രാന്തനെ ഞാൻ പണ്ട് പരിചയപ്പെട്ടു. അവരോട് എന്ത് പറഞ്ഞാൽ ആൾക്കാർ എന്ത് പറഞ്ഞാൽ പറയുമ്പോൾ അതും മുതലാകത്തില്ലെന്ന് പറയും. അതും മുതലാകത്തില്ല. അതുപോലെ എല്ലാം ഒന്നും മുതലാകാത്ത മനുഷ്യർ, അവിടെ ഉള്ളിൽ എപ്പോഴും അതൃപ്തി ഉണ്ടാകും. ഇപ്പം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന തന്നെ പല കാര്യങ്ങളും തന്നെ ഇതുപോലെ അതൃപ്തിയുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന നിയോഗങ്ങളാണ്. നിങ്ങൾ നിയോഗമായിട്ട് വെച്ചിരിക്കണില്ലേ? ഈ പല കാര്യവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. ഇതിൽ ഇപ്പം നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് വെച്ച്, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഉടമ്പടി കൊണ്ടുവരികയാണ്, ചെടുത്തി ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഈ സ്ഥലം വിറ്റ് പോയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? വിറ്റ് പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. വിറ്റാൽ കൊള്ളാം, അത്രയും കാശ് കൈ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചത്ത മക്കളെ വിറ്റെടുത്ത് അവർക്ക് കാശ് എടുക്കും അവർ. അപ്പം അത് പട്ടിക ഈ സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുകയാണ് സംഭവം. അപ്പം ഞാൻ ചോദിച്ചോട്ട് ചേച്ചി ഈ സ്ഥലം വിറ്റില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? വിറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മറ്റോ വിറ്റെടുക്കും, അതാ കുഴപ്പം. അതാ മരുമകളെ വിറ്റെടുക്കുന്നതായി പറയണത്. അത് നമ്മൾ പറയത്തില്ല. മൂത്തമ്മ മരുമകൾ ഒന്നും അറിയാം, ഇതുണ്ടാക്കിയെടുത്ത കഷ്ടപ്പെടുത്തപ്പെട്ടത് എനിക്കറിയാം. അപ്പം ഇത് ഞാൻ വിറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ കൈ നനയാത്തിട്ടോ മീൻ പിടിച്ചോണ്ട് പോകുമെന്നാണ് പറയണത്. അപ്പം ഇത് ഉടമ്പടി വെച്ചിട്ടുണ്ട്, ഈ സാധനം നിയോഗം വെച്ചിട്ടുണ്ട്. അതൃപ്തിയാണ് ഈ സാധനം. അപ്പം ഇങ്ങനെയുള്ള ഈ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ അത് ഉടമ്പടിയുടെ നിൻ്റെ ഒരു ശാപമാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ അപ്പം നിനക്ക് നിവർത്തിയില്ലാത്ത കാര്യമാണ്. നിനക്ക് ഇത് കൂടിയേ തീരൂ, പക്ഷെ നിനക്കതിനുള്ള കഴിവില്ല. കർത്താവേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിയോഗമൊക്കെ പെട്ടെന്ന് കത്തുപിടിക്കും. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ നനഞ്ഞ പടക്കം വെക്കണതാണ് ഈ കുഴപ്പം വരണത്. നിയോഗം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അകത്ത് നനഞ്ഞ പടക്കം വെക്കരുത്, നനഞ്ഞ സാധനം വെക്കരുത്. കളഞ്ഞ് അത് പെട്ടെന്ന് കത്തുപിടിക്കണ കാര്യം. പെട്ടെന്ന് കത്തുപിടിക്കണ വെച്ചാൽ ഇത് നടന്നില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നടക്കാതെ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതിന് നടത്തിയെടുക്കാൻ എനിക്ക് കഴിവുമില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാധനം എന്ന് വെച്ച് നോക്കിക്കേ, ടക്ക് ടക്കാന്ന് കത്തിപ്പോകും സാധനം. കാര്യം എന്താണ്? അത് നിയോഗത്തിൻ്റെ സത്യസന്ധതയാണ്. 6 കാര്യം എഴുതാമല്ലോ എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ മനുഷ്യന് 6 കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും പിന്നെ ഉടമ്പടിയിൽ 6 ഒരു പ്രധാനപ്പെട്ട നമ്പരായത് കൊണ്ടുമാണ് ഈ 6 വെച്ചിരിക്കണത്. പക്ഷെ 6 കാര്യം ഇല്ലെങ്കിൽ എഴുതേണ്ട മോനെ. 6 കാര്യം ഇല്ലെങ്കിൽ 2 ഉള്ളെങ്കിൽ ഏറ്റവും ടോപ്പായ 2 കാര്യം എഴുതിയാൽ മതി. ബാക്കിയെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം. ബാക്കിയെല്ലാം 2 കാര്യങ്ങൾ എഴുതിയപ്പോൾ നീ ഓക്കെ ആണെങ്കിൽ 4 കാര്യങ്ങൾ കോളം ഉണ്ടെങ്കിൽ തേക്കാൻ വേണ്ടി ഓരോ കാര്യം എഴുതരുത്. മറിച്ച് അതിനെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം. ദൈവാത്മാവിൽ നിറയാൻ എഴുതണം, സഭ വളരാൻ എഴുതണം,
സഭയിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ട് ദൈവം മഹത്വപ്പെടാൻ എഴുതണം. ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും സാക്ഷികളാകാൻ എഴുതണം. അങ്ങനെ ദൈവത്തിന് മഹത്വവും സ്നേഹവും ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അതിന് നിറക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ ജെനുവിനാണെന്ന് മനസ്സിലാകും. ജെനുവിനാണെന്ന്, സത്യസന്ധയായിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും, ദൈവം നിന്നെ ഓൺ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ 6 കാര്യം സാധിച്ചിട്ട് നിങ്ങളെ ക്യാൻസൽ ചെയ്യും. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം 3-ാമത്തെ ഉടമ്പടിയിലും 6 കാര്യം സാധിച്ച് സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. 3-ാമത്തെ ഉടമ്പടി എടുത്ത് അപ്പോഴും 6 കാര്യം സാധിച്ചവർ സാക്ഷ്യം 3-ാമത്തെ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടമ്പടി ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയേണ്ടിയില്ലാഞ്ഞെന്ന് തോന്നും. എന്താ കാര്യം? അവിടെ വയറ്റിപ്പഴപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതൊക്കെ ദൈവം ചെയ്തു കൊടുത്ത് അവർ പോവുകയും സാക്ഷ്യം പറഞ്ഞ്. ദൈവം അതല്ല ഉദ്ദേശിക്കണത്. ദൈവം നിങ്ങളെ ഓൺ ചെയ്യണം. ദൈവം നിങ്ങളെ ഓൺ ചെയ്യണമെങ്കിൽ ആരാകണം? നിങ്ങൾ ഒരു മരിയൻ മെൻറ്ററാകണം. എന്താ വെച്ചാൽ മെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഒരേ സമയം തന്നെ അതിനെ പ്രൊമോട്ടറും ആകണം, അത് തന്നെ കർത്താവിൻ്റെ ഒരു സാക്ഷിയുമാകണം. ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ സ്മിത പ്രിൻസിൻ്റെ സാക്ഷ്യങ്ങളാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്. ഈ മരിയൻ മെൻറ്റർഷിപ്പ് ഉള്ളത് കൂടുതലുള്ളത് സ്മിത പ്രിൻസിൻ്റെ സാക്ഷ്യം. ഇത് സ്മിത പ്രിൻസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പോലെ ഈ ദിവസം ഇവിടെ വന്ന ആളാണ്. അതായത് അതിനകത്ത് ശരിയില്ല, തൃശ്ശൂരത്ത് അവിടെ നിന്ന് വന്നതാണ്. സ്മിത പ്രിൻസിൻ്റെ പ്രോബ്ലം എന്താ? അവർ ഭർത്താവിനും ഭാര്യയ്ക്കും 35% അംഗവൈകല്യമാണ്, കാലിന് മുടന്തുള്ളവരാ. അപ്പോൾ വല്ലാത്ത മുടന്താൻ, നിൽക്കാൻ പറ്റുക, നടക്കാനും പ്രയാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഭർത്താവും ഭാര്യയുമാണ്. പക്ഷെ അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം 4ാമത്തെ ഒരു കുഞ്ഞ് അവർക്ക് ജനിച്ച് പ്രഗ്നൻ്റായി. 4ാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് ബ്ലീഡിങ് ആയി. പിന്നെ കുഞ്ഞിനെ തന്നെ വയറ് മുഴുവനും നെഞ്ചിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് സ്കാൻ ചെയ്തപ്പോൾ. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോകും. അപ്പോൾ അതായത് കുഞ്ഞ് മരിച്ചു പോകുന്നുള്ള കണ്ടീഷനായി. അതായത് ഈ നമ്മുടെ വയറില്ലേ, കുടൽ നെഞ്ചിലോട്ട് കയറിയിരിക്കുക. അപ്പോൾ അങ്ങനെ കയറിയിരിക്കുന്ന കാരണം ഡോക്ടർ പറഞ്ഞ് ഇതിനെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഭർത്താവ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സ്മിത നമുക്ക് സൗമ്യ അതിനെ അബോർട്ട് ചെയ്താൽ നമുക്കറിയാമല്ലോ, ഒരു ഗർഭിണിയായ ഭാര്യയ്ക്ക് ഫസ്റ്റ് സപ്പോർട്ട് ആരാണ്? ഹസ്ബൻഡാണ്. അപ്പം ഹസ്ബൻഡ് തന്നെ സൗമ്യ, കാര്യം ഇവൾ മുടന്തിയല്ലേ, ഈ 7ാമത്തെ മാസം ഈ മുടന്ത് കാലം വയറും വരച്ചുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് ജീവിക്കണേ. മുടന്തുണ്ട്, പിന്നെ വയറും വലുതാണ്, 7 മാസം ആയില്ലേ. ഇപ്പോഴാണ് ഈ വയറ് മുഴുവനും കയറി നെഞ്ചിലിരിക്കണത്. ഇപ്പോഴാണ് കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടണത്, കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിക്കാൻ പോകണത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവളുടെ ഇനി ഈ കുഞ്ഞിന് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനിക്കുമെന്നാണ് ഡോക്ടർ പറയണത്. അങ്ങനെ വന്ന ഇപ്പോൾ ഡോക്ടറും കൈവിട്ട്, ഇപ്പം ഹസ്ബൻഡും കൈവിട്ട്. അപ്പം ഇവർക്ക് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. എന്ന് ഇവർ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പറഞ്ഞ കാര്യം ഭാര്യയെ സഹായിക്കാൻ വേണ്ടിയാണ് ഹസ്ബൻഡ് അങ്ങനെ പറയണത്. സൗമ്യ നമുക്കിതിനെ അബോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, നമുക്ക് 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്നത്. പക്ഷേ ഈ സൗമ്യ എന്ന് പറയുന്ന ആൾ എനിക്ക് മനസ്സിലായിടത്തോളം ദൈവത്തിൻ്റെ ഒരാളാണ്. അത് ഭർത്താവും ദൈവവും കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു 90% പെണ്ണുങ്ങളും ഭർത്താവിന് കൂടെ നിൽക്കുകയുള്ളൂ. കാര്യം നമുക്ക് ആഹാരം തന്നതും മിണ്ടിയും പറഞ്ഞിരിക്കുന്നത് ദൈവമല്ല, നമ്മുടെ ഇച്ഛായനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 90% പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഭർത്താവ് പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം വന്നത്. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? ഉയർത്തെഴുന്നേറ്റ് പോകാൻ നേരത്ത്, പിരിപാടാകാൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത്
കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് സാക്ഷികളായിരിക്കണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സാക്ഷികളായിരിക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങളെന്താ? നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1:8. അപ്പോസ്തലപ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, പറഞ്ഞേ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതിർത്തികൾ വരെയാണ്. എന്ന് വെച്ചാൽ ആഫ്രിക്ക വരെയാണോ അത് അന്റാർട്ടിക്ക വരെയാണോ? അല്ല, നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ വരെ. നമ്മുടെ ഭൂമി എപ്പോഴാണ് തീരണത്? നമ്മുടെ ഭൂമി നമ്മൾ ഓർമ്മക്കുറവ് വന്ന് കിടപ്പിലാകുമ്പോൾ നമ്മുടെ നടപ്പ് തീരൂ. നമ്മുടെ നടപ്പ് എപ്പോൾ തീരുന്നു? അതാണ് നമ്മുടെ ഭൂമിയുടെ തീർച്ച. നമ്മുടെ ആയുസിൻ്റെ അറുതി വരെ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം എന്ന് എൻ്റെ അർത്ഥം. ഓർമ്മ ഉള്ളിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഓർമ്മയുള്ളിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ അഭിഷേകം ചെയ്യണം. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ കാഷ്വാലിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസിയാണോ ഇല്ലയോ എന്നറിയത്തുള്ളൂ. ഇപ്പം ദീപ സൗമ്യ ഒരു വിശ്വാസിയാണ്. എങ്ങനെ? ദൈവം മുദ്ര വെച്ച വിശ്വാസിയാണ്. വിശ്വാസികൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ 2 തരമാണ്. മുദ്ര വെച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത വിശ്വാസികളും. സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ 80%. സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ 80%. ദൈവം അംഗീകരിച്ചത് ഒരു 20% കാണുമായിരിക്കും. എന്താണ്? സൗമ്യ എന്താ പറയണത്? ഡോക്ടർ കൈ ഒഴിഞ്ഞു, ഇവൾക്ക് മുടന്താണ്, അവളുടെ കൊച്ചിൻ്റെ വയറ് കുടല് ചങ്കിൽ കയറിയിരിക്കുകയാണ്, അത് കൊച്ചു ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിനെ നമുക്ക് കളയാമെന്ന് പറഞ്ഞു. ഇവളെ കളയത്തില്ല. കളയാതെ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവൾ പറയണേ, എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത്. എനിക്കൊത്തിരി കസിൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴ് ആരും ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല. എന്താ കാര്യം? ഇവള് സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തതാണിത്. ഈ കുരിശ് ആരും ഉണ്ടാക്കി അവിടെ പെടലേക്ക് വെച്ച് കൊടുത്തതല്ല. ഈ കുരിശ് ഇവക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം. പക്ഷേ ഇവള് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് ഇപ്പം ഈ കുരിശ് എടുത്തിരിക്കണത്. അപ്പം അതുകൊണ്ട് ആരും അവളെ കൺസോൾ ചെയ്യാനില്ല. അവൾ പറഞ്ഞു, എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ്, എല്ലാ കാര്യത്തിനും അവരെന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോഴ് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെയാണ്. കൺസിസ്റ്റൻ്റെ പൊടി പോലും ഇല്ല. അവർ വിളിച്ചു പോലും ചോദിക്കണില്ല. ഓ എൻ്റെ അമ്മേ, ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയണത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ്. പണ്ട് നമ്മുടെ വീട്ടിൽ വരണമായിരുന്നു അല്ലേ? വണ്ടി ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ആൾക്കാർ കാൽനട നടന്നാണ് പോണത്. അപ്പോൾ അത്യാവശ്യ കാര്യത്തിന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണത്തിന് അത്യാവശ്യം എന്നാണ് പറയണത്, ആവശ്യമെന്നാണ് പറയണത്. മരണമല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു നാട്ടുഭാഷയാണ്. എവിടെ പണ്ടൊക്കെ ഒരു മരിപ്പ് നടന്ന ഉടനെ ഒരാളെ കുറേ കുറിയും കൊടുത്ത് വിടും. അയാൾ നടന്നു പോയി, എൻ്റെ കുഞ്ഞു 60കളിലൊക്കെ ഓരോ നാടുകളും അറിയിക്കാൻ പോകും. അപ്പോൾ അവർക്ക് കുറച്ച് പൈസയും കുറച്ച് കവറും കൂടി കൊടുത്തു വിടും. അങ്ങനെ കൊടുത്തു വിട്ട് ഇവർ ഞങ്ങളുടെ കിഴക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലൊക്കെ പോയി അറിയിക്കും. അപ്പോൾ അങ്ങനെ അറിയിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കുടയ ഉണ്ടാവും.
അത് പ്രായമായ ഒരു മനുഷ്യനും കുറച്ച് ഒരു മധ്യവയസ്കനായിരിക്കും. അപ്പോൾ എന്താ പറയണത്? ആവശ്യത്തിന് പോയെന്നാണ് പറയണത്. ആവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ മരിപ്പ് വരണമെങ്കിൽ ആവശ്യം വന്നു. അന്നത്തെ കാലത്ത് വണ്ടിയും കാറൊന്നും ഇല്ലാത്ത കാരണം ആവശ്യം ഒന്നേ ഉള്ളൂ, മരിപ്പ് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് ആ വിഷയത്തിന് ആവശ്യം എന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വാക്ക് തേഞ്ഞു മാഞ്ഞു പോയി. അത് ഉപയോഗിക്കണ തലമുറ മൺമറഞ്ഞു പോയി. ആവശ്യത്തിന് പോയെന്ന് ഉപയോഗിക്കണ തലമുറ എനിക്ക് തോന്നുന്നത് ഒരു 70 75 കൂടി അത് ആ തലമുറ മറന്നുപോയി. ഇന്ന് മരണ അറിയിപ്പം തന്നെ പറയണത്. പക്ഷെ മരണ അറിയിപ്പൊന്നും ആരും പോയി അറിയിക്കാറില്ല, വിളിച്ച് പറയാറേ ഉള്ളൂ. അപ്പം ഇന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിളിച്ച് പറഞ്ഞില്ല. നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നാണ് നമ്മളെ കുറ്റപ്പെടുന്നവർ ചോദിക്കണം. നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞോ? അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് നമുക്കറിയാം. പക്ഷെ അവരിപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാര്യം കണ്ടുപിടിക്കുകയാണ്. എന്താണ്? നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞില്ലല്ല, വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഒലക്ക കൊണ്ട് പുട്ട് കുടിച്ച് തന്നേനെന്ന് പറയും. വെറുതെ പറയണത്, ഒന്നും ചെയ്യത്തില്ല. വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അത് നമ്മളെ നാറ്റിക്കാൻ വേണ്ടി വേറെ കേസായി മാറിയനോ. അത് ചുമ്മാ നമ്മളെ കുറ്റം. ഇതാണ് ജഡിക മനുഷ്യൻ എന്ന് പറയും. പിന്നെ വേറെ ഒരു വർത്തമാനം എന്താ പറയണത്? വിളിച്ച് പറയണതും അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കണതും. നമ്മളുടെ കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം പടപടാന്ന് പലരും വിളിച്ച് ചോദിക്കും. ആദ്യത്തെ ആഴ്ച കുറേ 50 പേര് വിളിച്ചു ചോദിക്കും. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം 10 കുറയും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം 1 കുറയും. പിന്നെ അപ്പോൾ 2 ആഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉള്ളു കേട്ടാ. നിങ്ങൾ ആനക്കാരിയൊന്നും പറഞ്ഞുകൊണ്ട് തലയെ ചുമന്നുകൊണ്ട് കുറേ കണ്ടാമറകൾ നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട്? വെറും 2 ആഴ്ച ആയുസ് മാത്രമേ ഇവന്മാർക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും 3 പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും. വിളിച്ച് ചോദിക്കാൻ ആരുമില്ലാത്തൊരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഒരാളുണ്ടായിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലേ ചുമന്ന് നടക്കുന്ന പിണ്ണാക്ക് ചാക്കുമൊക്കെ ഇറക്കി താഴെ വെക്കണം. ഞാൻ ബന്ധുക്കളാണ്, സ്വന്തപ്പെട്ടവരാണെന്നൊന്നും പറയണില്ല. ദൈവത്തെക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് നനഞ്ഞ പിണ്ണാക്കും ചാക്കാണ്. 3 മാസം കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളോട് വിളിച്ച് ചോദിക്കത്തില്ല. നിന്നെ വിളിച്ച് ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ച് ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രയ്ക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാകും. അവൻ്റെ കയ്യൊരു അണിപ്പഴുതുണ്ടാകും. അവൻ്റെ പേരാണ് ക്രിസ്തു. കൈയടിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരു ദിവസം താബോർ മലയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. വിശുദ്ധ നാട്ടിൽ പോയപ്പോഴും എനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ കയറിപ്പോയ ഒരു മലയാണ് താബോർ മല. കുറേ ജീപ്പിൽ പോകാം, പിന്നെ നമുക്ക് നടന്നു പോകാം. നടന്നു പോണത് വല്ലാത്ത എക്സ്പീരിയൻസാണ്. കാര്യം നടന്നു പോകണമെങ്കിൽ ചങ്ങലവട്ട കയറി നമ്മൾ പോകുമ്പോൾ 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ചില സമയത്ത് വഴി നേരെ വരും, ചില സമയത്ത് വഴി വളഞ്ഞു വരും, ഇങ്ങനെ വരും. അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ. നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മളൊരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും. ഇപ്പം ഞാനിങ്ങനെ താബോർ മലയിൽ 1.5 മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച്, ഞാൻ എൻ്റെ കൂടെ 5-8 പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല. ഈ 10 ദിവസം കൂടിയില്ല. അവിടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തും കണ്ണുപെട്ടത്തൊക്കെ അവരുണ്ടാകും. പക്ഷെ ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു, പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈശോനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും. അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത്. ഞാൻ അവിടെ പോയ സ്വറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്തയാൽ. ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ. അതിന് ജനക്കൂട്ടത്തെ ഒഴിവാക്കണം. എനിക്ക് ഇന്ന് ഞാനിപ്പോൾ 38 കൊല്ലമായി അച്ഛനായിട്ട്. എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ്. എന്ന് വെച്ചാൽ നിൻ്റെ കൂടെ വെറുതെ കൂടിയിരിക്കുന്ന കുറേ ആൾക്കാർ, ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയണത് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക മാത്രമാണ്. അവിടെ വ്യാജ ഉപദേശങ്ങൾ,
അവർ നമ്മൾക്ക് തരുന്ന അപ്പോയിൻമെൻറ്റുകൾ, അവിടെ നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്ന മാർഗങ്ങൾ എല്ലാം പൈശാചികമാണ്. നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന്. ഒരു കഥയുമില്ല. കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും. കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ താബോറും വരെ നിൽക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണയുണ്ട്. കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും നോക്കുമ്പോൾ താബോർ മലയിൽ നിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോൾ ഹെർമോൺ മലയാണ്. ഒരകല ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളൂ നമുക്ക്. പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് കോരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. കാര്യം വി ആർ ഇൻ അനോയിൻറ്റിങ് സ്റ്റേജാണ്. അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നയീം പട്ടണത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് താഴ്വാരങ്ങൾ കാണുന്നത്. നയീം പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലൊരു ശവവും വഹിച്ചുകൊണ്ട് ഒരു ചേടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്ത് പോകടിക്കുമ്പോൾ അപ്പോഴുണ്ട് അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ, ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോഴേ കർത്താവ് ഈ ശവപ്പെട്ടിക്കും ഈ കണ്ണീരിനും കൈ തടയിടും. അതൊരു വല്ലാത്ത സുവിശേഷമാണത്. എന്നിട്ട് എങ്ങനെയാണ് തടയിടണത്? അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു. പിന്നെ എന്താണ് അവൻ അറിഞ്ഞത്? അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത്. പിന്നെ എന്താണ് അറിഞ്ഞത്? ഇവൻ മറം പറഞ്ഞാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന്. അങ്ങനെ 3 അറിവുകളാ ഈ കൈ തടയിടാൻ വേണ്ടി അവന്. അതാണ് ക്രിസ്തു എന്ന് പറയണത്. ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നുവോ അവിടെ നമ്മുടെ കൈ തടയിട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും. അതാണ് ഈസ്റ്ററിന്റെ ലക്ഷ്യം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇതാണ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൻ്റെ വിശേഷ വിധിയായ സമയം. ഇവിടെ വിധവയ്ക്കൊന്നും ചെയ്യാനില്ല. ഇനി മരിച്ചു കിടക്കുന്ന മകന് ഒന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ്. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കാം. നീ പറഞ്ഞാലും ഇല്ലെങ്കിലും, നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക്, നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത്. നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറവുകേടാണ് ഈ ലോകത്തുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും നിന്നെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യം വരെ നിന്റെ സാക്ഷിയാകാൻ, സാക്ഷി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ കസിൻസ് എല്ലാ കാര്യങ്ങളും അവരെ കുറ്റം പറയാതെ കേട്ടോ. അവർക്ക് ഈ പാവപ്പെട്ട മുടന്തി എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലികളെല്ലാം ഭരിച്ച് തല കിട്ടിയത്? അവക്കിത് ഒഴിവാക്കാമായിരുന്നതല്ലേ? പിന്നെ എന്തിനാണ് സ്വന്തമായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കണമെന്നുകൊണ്ട് കസിൻസ് ഒന്നും വിളിക്കാതെ? ചിലപ്പോൾ ഇവളുടെ സങ്കടം കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ വിളിക്കാതിരിക്കാം. അങ്ങനെ വിളിക്കാതിരിക്കും ജനങ്ങൾ. പിന്നെ ഇങ്ങനെ ആവലാതിയല്ലേ കേൾക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വിളിക്കത്തില്ല. അപ്പം അങ്ങനെ മനുഷ്യനിങ്ങനെ അവരുടെ ഭാരം കൂടുമ്പോൾ ആ ഭാരം അവർ ഇറക്കി വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ചുമലിന്ന് നീ അവലംബം വെച്ചിരിക്കുന്ന ആൾക്കാരെ ഇറക്കി വെക്കുമെന്ന് അറിയണം. അതാണ് ഏറ്റവും വലിയ അറിവെന്ന് എനിക്ക് തോന്നുന്നത്. നീ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ആഘോഷമായി നിന്നെ ഇറക്കി വെക്കുന്ന ഒരു കാലമുണ്ടാകും. കർത്താവിനും അറിയാമായിരുന്നു ഇറക്കി വെക്കുമെന്ന്. ചുമ്മാ ഗുരുവെന്നൊക്കെ വിളിച്ച് പരുവെന്നൊക്കെ വിളിച്ച് നടക്കണ വെറുതെയാണെന്ന് അറിയാമായിരുന്നു. നിങ്ങളെന്നാ ഇങ്ങനെ വിളിക്കും, പക്ഷെ തങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോകും. തന്താങ്ങളുടെ വഴി എന്ന് പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. വല്ലാത്ത വാക്കാണ്.
നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കുമെന്നും താങ്കളുടെ വഴിക്ക് പോകുമെന്നും. Take the bread of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 16:32. യോഹന്നാൻ 16:32. എന്നാൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇതൊരു ഭയങ്കര മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശോ കണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഈശോനെ അങ്ങ് വിട്ടിട്ട് പോകുന്നു തന്താങ്ങളുടെ വഴി. ഇപ്പോൾ ഓരോരുത്തർക്കും നീ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചോ. ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ് എപ്പോൾ വരുന്നു അപ്പം അവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കും. അതാണ് തന്താങ്ങളുടെ വഴി. ഇപ്പം കൂടെ കൂട്ടിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പറ്റി നടക്കണത്. അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ 16:32 നിസ്സാര വചനമല്ല. നിങ്ങൾ ആരിലാണ് ആശ്രയം വെച്ചിട്ട് നോക്കണം. അതായത് അതായത് ഈവൻ ഈശോ അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. എന്നെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ കുരിശാണ് പ്രശ്നം. കർത്താവിന് യോഗ്യമാകുന്നത് ആരാണ്? കുരിശാരാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ഭാര്യയുണ്ട്, നമുക്ക് ഭർത്താവുണ്ട്. ഇപ്പം ഭർത്താവിനെയൊക്കെ വർഷങ്ങൾ പരിചരിക്കണ ഭാര്യമാരില്ലേ, ഒരു കുരിശിനെ പരിചരിക്കണവര്. നമുക്ക് അധികം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ, അത്രയും ബന്ധമില്ല, ഭർത്താവിനോളം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ, ഒരു പ്രഷർ രോഗിയെ പരിചരിക്കുന്ന മരുമക്കളില്ലേ, അവരെന്താ ചരിക്കണത്? അവരുടെ കുരിശ് എടുത്തിരിക്കുകയാണിത്. ക്രിസ്തു ഈ ലോകത്ത് വന്നത് സഹനങ്ങളെ സ്വന്തമാക്കി ദൈവത്തെ നമുക്ക് അവകാശമാക്കാനാണ്. കൈയിടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവുമായി കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, അവനുമായി ഈ ജന്മത്തിന് ഒരു സമയം കുറിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മുമ്പേക്ക് നടക്കുന്ന പരീക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? അവന് നമ്മളെ യോഗ്യമാണോ യോഗ്യമല്ലയോ? അവന് നമ്മളെ യോഗ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ പേരിലുള്ള നമ്മുടെ സ്വന്തം കുരിശുണ്ട്, അത് അവൻ്റെ പേരിലാക്കി എടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം കുരിശ്. ഇപ്പം നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ നടുവേദനയെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ മെനിഞ്ചൈറ്റിസ് ആണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളെ ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചോ? അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തുമാത്രം മനുഷ്യർ നേരം വിളിപ്പിക്കുന്ന. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ പറയണം, കർത്താവ് ഇതെൻ്റെ കുരിശാണ്, ഇതിപ്പോൾ ഞാൻ നിൻ്റെ പേരിലേക്ക് പ്രമാണം ചെയ്ത് തരുന്നു, ഇത് നിൻ്റെ കുരിശാണ്, ഞാൻ നിൻ്റെ പേരിൽ ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ബെയറിങ് ജീസസ്, യു ആർ ക്രിസ്റ്റ് പാക്ക്. നിങ്ങൾ കർത്താവിനെ വഹിക്കുന്നവരാവും. കൈയിടിച്ച് കർത്താവ് വളരെ ഇൻറ്റിമസി ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ള സ്വന്തം കുരിശിനെ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയിട്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതികൾ. ഇവരാണ് ആര്? എനിക്ക് യോഗ്യൻ എന്ന് പറയണത്. കർത്താവ് എനിക്ക് യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരെയും തമ്മിൽ ഈശോ തിരിക്കുന്നുണ്ട്. എന്നെ പ്രതി കുരിശിനെ, ക്ലേശങ്ങളെ,
ഏറ്റെടുക്കുന്നവൻ എനിക്ക് യോഗ്യനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമുക്കറിയാമല്ലോ ക്രിസ്തുവിനെ പ്രതി എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഏറ്റെടുക്കണ ഒരു സമയം നിനക്ക് തന്നാൽ നീ അത് നഷ്ടം സഹിച്ച് ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ നീ പ്രവേശിക്കണം. ഭയങ്കര പാടാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ദാറ്റ് വി തിങ്ക്. നമ്മൾ പറയും ക്രിസ്ത്യൻസ് ആണല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന്, നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും കൃപാസനത്തിൽ വന്ന് വചനം കേൾക്കുന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ബി എ മെമ്പർ ഓഫ് ദി ഇന്നർ കോർ. കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റ് പ്രവേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോൺ ചെയ്യുന്ന എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കുന്നത്? അങ്ങനെ എല്ലാ കസിൻസും കൈയൊഴിയുന്ന സമയത്ത് ഈ സൗമ്യയ്ക്ക് ഒരു മെൻറ്ററെ കിട്ടും. അവളുടെ പേരാണ് ദീപ. ദിവ്യ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദിവ്യയെ വിളിക്കും. സൗമ്യ ഇപ്പം എന്താ, ഭർത്താവ് പറഞ്ഞ് അബോർഷൻ ചെയ്യാൻ, കസിൻസും ആരുമില്ല, താനുമുണ്ട്, തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമുണ്ട്, അതിൻ്റെ ചങ്കിലേക്ക് കുടൽ കയറിയിരിക്കണം, അത് ചാകാൻ പോകണം, ചിലപ്പോൾ താനും ചാകും. തനിക്ക് കുഞ്ഞിനെ കളയാൻ ഇഷ്ടവുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ അവൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഉണ്ട്, അവളും ഉണ്ട്. അവൾ വിചാരിക്കണ കർത്താവിനെ കാണാനുമില്ല, വിശ്വാസമാണ് മാത്രമേ ഉള്ളവരുടെ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. അപ്പോൾ അവളെ ദിവ്യയെ വിളിക്കും. ദിവ്യ, ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും. അപ്പോൾ ദിവ്യ ഉടനെ പറയും, ഉടനെ ഒരു സാക്ഷ്യം ഇട്ട് കൊടുക്കും. അതാണ് മെൻറ്റർ എന്ന് പറയണത്. നീ കുഞ്ഞിനെ കളയരുത്, കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ആ സമയത്ത് പറയണമെങ്കിലേ നമ്മുടെ കസിൻസ് ഈ ദിവ്യയും ഈ സൗമ്യവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, രക്തബന്ധമില്ല. രക്തബന്ധമല്ല ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ ക്രിസ്തു ബന്ധമാണ്. ക്രിസ്തുവിന് നമ്മളോടും അവരോടും എന്ത് ബന്ധമുണ്ട്, അതാണ് ശാശ്വത ബന്ധം എന്ന് പറയുന്നത്. മറ്റൊക്കെ തൽക്കാലം പന്തലിടാനും പെട്ടി വെക്കാനും കഴുകാനും സോക്സ് നമ്മുടെ കയ്യിലിടാനും കുരിശ് പിടിപ്പിക്കാനും വേണ്ടി, പിന്നെ നമ്മുടെ മുഖത്ത് ചത്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഈച്ച വരുമ്പോൾ തല്ലി ഓടിച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടി, അതെന്നെ ഒരു കലാപരിപാടിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ്. ഇതൊക്കെ വെറുതെയാണ്. 2 ആഴ്ച കഴിയുമ്പോൾ അവരെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നിലയം വിളിച്ചുകൊണ്ട് ചോപ്പിട്ട് നിൽക്കുന്ന ആൾക്കാർ 2 ആഴ്ച കഴിയുമ്പോൾ നിൽക്കുക കാണാൻ പറ്റും. അവർ മിക്കവാറും അടുത്ത കുഴിയാഴ്ചക്ക് വേണ്ടി അവർ വല്ല ബ്യൂട്ടി പാർലറുമായിരിക്കും മിക്കവാറും. ഞാൻ എത്ര ശവം കണ്ടതാണ്, എത്ര ശവങ്ങളുടെ ബന്ധുക്കളെ കണ്ടതാണ്. നമ്മളൊക്കെ ഇപ്പം ഇന്നലെ മോങ്ങിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കുഴിയാഴ്ചക്ക് 10 ബന്ധുക്കൾ വരുമ്പോൾ അവിടെ പന്നി ഇറച്ചിയും പശു ഇറച്ചിയും ഒക്കെ വിളമ്പണ സമയത്ത് വലിയ പോഷായിട്ടുള്ള ആൾക്കാർ വന്ന്, എത്ര കാറ് വന്ന്, അതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നോക്കത്തുള്ളൂ. ചത്തവൻ ചത്തുപോയി, ബ്രാൻഡിൻ്റെ എണ്ണിയിട്ട് തൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ എണ്ണിയിട്ട് കോളർ വരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ മുമ്പിൽ അഭ്യാസം കാണിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകും. വയലറ്റ് സാരിയെങ്കിൽ വയലറ്റ് സാരി, അതിന് പറ്റിയ മസ്കാരായി, അതിന് പറ്റിയ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് അവരെ വേഷം കിട്ടി അങ്ങോട്ട് വരും. വീഡിയോ ഉള്ളവൻ്റെ മുമ്പ് തിരിഞ്ഞ് നിൽക്കും അവർ. അത് ശവപ്പെട്ടിയുടെ അടുത്ത് പോയി തിരിഞ്ഞിക്കണം കാണാൻ ശരിക്കും പറ്റുമോ? മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. നീ തലയെ കൊണ്ട് നടക്കുന്നവരെ നാളെ നിന്നെ ഇറക്കി വെക്കും, അല്ലെങ്കിൽ നിനക്ക് ഇറക്കി വെക്കേണ്ടി വരും. കർത്താവ് ഒരിക്കലും നിനക്ക് ഇറക്കി വേണ്ടിക്കേണ്ടി വരാത്ത നിന്റെ ബന്ധമാണ് ശാശ്വത ബന്ധം. കൈയടിച്ച് കർത്താവ്. അപ്പോൾ ദിവ്യ എന്ത് ചെയ്ത്, ദിവ്യ പറഞ്ഞ് ഈ കുഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല, നീ കൃപാസനം മാതാവിന് കുഞ്ഞിനെ സമർപ്പിക്കണം, എന്നിട്ട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. അപ്പോൾ ഈ 2 പേരും മുടന്തിയവരാണ്. 3 പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ട് അവർക്ക്. ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മുടന്തനായ ഭർത്താവും മുടന്തനായ ഭാര്യയും ഗർഭിണിയായി വയറും വലിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരും. പക്ഷെ അവർ മുകളിൽ കയറും, പക്ഷെ ഉടമ്പടി അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇരിക്കാൻ പറ്റണില്ല. അവർക്ക് ഇരിക്കാൻ പറ്റാതെ പകുതി ഉടമ്പടി ക്ലാസ് ആകുമ്പോൾ അവർ ഇറങ്ങി കഷ്ടപ്പെട്ട് വേദനിച്ച് അവർ ഇറങ്ങിപ്പോരും. ഇറങ്ങി നേർച്ച വസ്തുക്കളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ബാക്കിയുള്ള ഉടമ്പടി അല്ലാത്ത നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലേ, അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പിന്നീട് അവരെ ആ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഈ ദിവ്യയുടെ കൂടെ, അതൊരു മെൻറ്റർഷിപ്പല്ലേ ഉള്ളത്, അവിടെ കൂടെ ഇവളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവൾ പോവുകയാണ്. അവൾ അവസാനം
ആശുപത്രി പോകും, ഓപ്പറേഷൻ നടത്തും. ആ സമയത്തെല്ലാം കുഞ്ഞിൻ്റെ വയറ്റിലെ ആരുടെങ്കിലും വാങ്ങിച്ച് തൈലം പൂശും, പ്രാർത്ഥിക്കും, ഉപ്പ് ഭക്ഷണത്തിൽ അവൾ കഴിക്കും, കൃപാസനം മാതാവിൻ്റെ കാശീർവാദം സൂക്ഷിക്കും. അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം എന്ന് മാത്രമായിട്ട് ഈ കുഞ്ഞിനെ 28 ദിവസം ഇവൾ കാണത്തില്ല. പക്ഷേ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിൻ്റെ ചങ്കിലോട്ട് കയറിയിരുന്ന കുടലിനെ താഴേക്ക് ഇറക്കിയിട്ട് നോർമൽ ബോഡിയാക്കി കളയും. അപ്പം അത് കർത്താവ് കൂടെ ഉണ്ടാകും. അതാ കർത്താവിന് വേണ്ടി ഒരു കാര്യം വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടച്ചും പോയാലും കർത്താവ് ഇട്ടച്ചും പോകത്തില്ല, അത് കർത്താവ് ചെയ്യും. പക്ഷെ ചെയ്യുമെങ്കിലും ചെറിയ ഒരു ബ്ലീഡിങ് വരും ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് അകത്തെ വാൽവിൽ ഒരു ചേഞ്ചിങ് വന്നിട്ട് ചെറിയ ഒരു ബ്ലീഡിങ് വരും. അതായത് അത് 28 ദിവസം ഇങ്ങനെ അവർ വെന്റിലേറ്ററല്ല ICUവിൽ കിടക്കും. അപ്പോൾ 28 ദിവസം കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല അവർക്ക്. അപ്പോൾ 28 ദിവസം ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പോൾ കാശുരൂപം മാത്രം കുഞ്ഞിൻ്റെ തൊട്ടിൽ വെച്ച് കൊടുക്കും. മാതാവിൻ്റെ അമ്മയോട് പറയും, അമ്മേ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ പറ്റും. അമ്മ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തി എനിക്ക് 4ാമത്തെ കുഞ്ഞായിട്ട് തിരിച്ചു തരണമെന്ന് പറയും. അപ്പം ഇങ്ങനെ ഓരോ സമയത്തും നല്ല മെൻറ്ററെ പോലെ ഈ ദിവ്യ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭർത്താവും അവരെ കുറെ ഭർത്താവിന് അവളുടെ ഹെൽത്ത് ഉദ്ദേശിച്ചിട്ടാണ് അയാളങ്ങനെ പറഞ്ഞതെങ്കിലും ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഈ കുടുംബം മൊത്തമായിട്ട് വിജയിക്കും. ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയിട്ട് അവർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും. അതിൻ്റെ അകത്ത് ഒന്ന് കഴിഞ്ഞ ശനിയാഴ്ചത്തെ വലിയ ശനിയാഴ്ച വന്ന ഒരു സാക്ഷ്യമാണ്. 1 കൊല്ലം ദൈവം അവരിൽ പ്രവർത്തിച്ചിട്ട് ദൈവം ആ ഫയൽ ഭയങ്കരമായിട്ട് നല്ല ക്ലിയറായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യുന്നു. അവർ സുവിശേഷത്തിന് വലിയ സാക്ഷികളായിട്ട് അവരെ മാറ്റുന്നു. പക്ഷെ അവിടെ വരണത് ഇക്കാലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വീണു പോകുന്ന ആൾക്കാരെ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന അതിനാണ് മെൻറ്റർ എന്ന് പറയണത്. ഉടമ്പടിയിലെ പ്രഖ്യാപിതമായ ദൈവദൗത്യമാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. മരിയൻ മെൻറ്റർ, അതായത് ക്രിസ്തുവിലെ ഒരാളെ താങ്ങി നിർത്തുക, വിശ്വാസ വീഴ്ചകളിൽ വീണു പോകാതെ നിലനിർത്തുക, ക്രിസ്തുവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഒരു വലിയ നടപടിക്രമമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലും ഉടമ്പടി പ്രാർത്ഥന നൽകുന്ന രീതിയിലും അതിൽ 10,000 സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തെ കൈമാറ്റി മാറുന്ന രീതിയിലേക്ക് ഉയർത്തിയതിൻ്റെ പേരിൽ ഈ മെൻറ്ററിങ് ആവുള്ളത്. എന്താ, ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒക്കേഷൻ പ്രൊമോട്ടറായിട്ട് ദേവിളിയുടെ പ്രൊമോട്ടർ അവിടെ വരും. അങ്ങേരെന്ന് പറഞ്ഞ വാക്ക് ബോർഡിൽ എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ലോകം മുഴുവനും പോടാം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പം ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഞാൻ എല്ലാ കാലങ്ങളിലും ഫ്രണ്ട് ബെഞ്ച്, ചെറിയ പൊക്കമായ ഇല്ല, ആരോഗ്യമില്ലാത്ത കൊണ്ട് എപ്പോഴും നമ്മൾ ഫ്രണ്ടിലെയാണ് ഇരിക്കണത്. ബാക്കിൽ പോയാൽ പിള്ളേർ തള്ളി തന്നെ മാറ്റും അവിടെ നിന്ന്. അവിടെ ഞാൻ പിന്നെ മുമ്പിൽ തന്നെ വന്നിരിക്കും എല്ലാ കാലങ്ങളിലും. അപ്പോഴേ അവിടെ ഞാൻ ആദ്യം കണ്ട വാക്കാണ് അന്ന് എനിക്ക് വചനമൊന്നും അറിയാൻ പാടില്ല. അന്ന് വചനം മലയാളത്തിലാക്കിയിട്ടുമില്ല. എവങ്കേലിയം എന്ന് പറഞ്ഞ ബൈബിളിൽ പള്ളിയിലൊരു പുസ്തകമുണ്ട്, അത് നമുക്കൊന്നും വായിക്കാൻ കിട്ടത്തില്ല. അപ്പോഴേ ആ ഒരു കാലമായിരുന്നു 66 മറ്റേ കാലം. അപ്പം നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ഇങ്ങനെ കർത്താവിനെ എല്ലാവരെയും അറിയിക്കണമെന്ന്. അത് എനിക്കറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നതല്ല, ദൈവം മനഃപൂർവ്വം ഇടിച്ചു കുത്തി എൻ്റെ മനസ്സിലോട്ട് ഇറക്കി തന്നതാ. ഇതാണ് നിൻ്റെ വഴി, നീ ഇതിലേ പോകാൻ പറഞ്ഞത്. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ യേശുദാസൻ വന്ന് IMSൽ മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹം വന്ന് ബോർഡ് എഴുതിയ വാക്കാണ്, വിളവ് അധികം വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ വയലിലേക്ക് വേലക്കാരെ വിളിക്കാനും പ്രാർത്ഥിക്കണം.
അപ്പോഴും കർത്താവിൻ്റെ വേലക്കാരനാകണം എന്നുള്ള ചിന്ത. അത് ഞാൻ മൈനസ്സമാരി ചേർന്നിട്ട് എൻ്റെ പഴയ നോട്ട് പുസ്തകങ്ങളുടെ ബാക്കി 10ാം ക്ലാസ്സിൽ പഠിച്ച് എഴുതി മാറ്റിയതിൻ്റെ ബാക്കി എല്ലാ നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിൽ 5-8 പേജ് എഴുതാത്തതുണ്ടാകും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതെല്ലാം കുത്തിക്കെട്ടിയെടുത്ത് ഓണത്തിന് പോയപ്പോൾ ആ പഴയ നോട്ട് ബുക്കിലെ പേജുകളെല്ലാം കുത്തിയെടുത്ത് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തിട്ട് അതിന് തന്നെത്താൻ ഒരു ബൈൻഡൊക്കെ ഒപ്പിച്ച് ഒരു നോട്ട് ഡയറി പോലെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ആദ്യം പേജ് എഴുതിയിരിക്കണ ഇതാണ്: ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അന്ന് പ്രേക്ഷിത വിഷൻ സൺഡേക്ക് ലേഖനം എഴുതിയതും ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ആ പ്രേക്ഷിത പ്രവർത്തനമാണ് ഇന്ന് ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത്. ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അത് ദൈവം ആദ്യം നമുക്ക് തന്നതാ. വിശ്വാസത്തിൽ ആടി നിൽക്കുന്നവരെ ഉറപ്പിക്കുക, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക. ദിവ്യ അതാണ് ചെയ്തത്. അവരുടെ പാദങ്ങളെക്കുറിച്ചാണ് പറയണത്. മലമുകളിൽ അത് സുന്ദരമാണെന്ന്. ആ മലമുകളെന്ന് പറഞ്ഞാൽ ജെറുസലേം മലമുകളാണ്. ജെറുസലേം മലമുകളെന്ന് പറഞ്ഞാൽ സ്വർഗീയ മലമുകളാണ്. സ്വർഗത്തിലൂടെ പാദങ്ങൾ തിളങ്ങണം എന്നാണ് പറയണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുക. കൈകൾ വിടർത്തി വെക്കുക. അറിയാവുന്ന വിശുദ്ധ പ്രമാണം ചെയ്യുക. അല്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്നും സ്തുതിക്കുക. അച്ഛൻ നിങ്ങളുടെ കൈകളിലേക്ക് കർത്താവിൻ്റെ തിരുരക്തത്താൽ അഭിഷിക്തരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതികട്ടെ ഹല്ലേലൂയ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവേ അങ്ങയുടെ കൈകളിലേക്ക് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് ഈ കൈകൾ അവരുടെ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരാരെക്കുറിച്ച് ഓർക്കുന്നു അവർക്ക് വേണ്ടി കൂടി കർത്താവെ ദൈവിക ശക്തിയുടെയും സൗഖ്യത്തിൻ്റെ ഉപകരണമായി കൈകളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 കൈകളാണ് നെഞ്ചിൽ വെച്ചുകൊണ്ട് ശരീരമെങ്ങനെ മുഴുവനായിട്ട് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ കൈകള് നെഞ്ചിൽ പിണച്ചു വെച്ച് എന്റെ മുഴുവൻ ശരീരവും ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്ന കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി എന്നിലേക്ക് ആവശ്യിക്കണമേ. കർത്താവിന്റെ ശക്തി എന്റെ തലച്ചോറിലും ചെവികളിലും കേൾവിയുടെ കഴിവുകളിലും കാഴ്ചയുടെ കഴിവുകളിലും തൊണ്ടയിലും സംസാര ശേഷിയിലും എല്ലാ വൈകല്യങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ശ്വാസകോശങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. ആന്തരിക അവയവങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കരളിനെ അങ്ങ് സ്പർശിക്കണമേ. ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ. ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. കുടലിനെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, എല്ലാ വൃക്കകളെയും അങ്ങ് സ്പർശിക്കണമേ. പ്ലീഹായെ അങ്ങ് സ്പർശിക്കണമേ. അസ്ഥികളെ, കോശങ്ങളെ, ഗർഭാശയത്തെ ആമാശയത്തെ അങ്ങ് സ്പർശിക്കണമേ. അസ്ഥികളെ, അസ്ഥിപ്രദേശങ്ങളെ അങ്ങ്
വസ്തിപ്രവേശങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ദൈവത്തിന്റെ കൃപ ഉച്ച മുതലേ ഉള്ളംകാല് വരെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. അസ്ഥിബന്ധങ്ങളിലെ സന്ധിബന്ധങ്ങളിലെ മാംസപേശികളിലെ രക്തഞരമ്പുകളിലെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാവരും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര്, നാട്ടിലെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, കടമുള്ളവര്, സ്ഥലം വിറ്റുമാറാനുള്ളവര്, അങ്ങനെ പല പല വിഷയങ്ങളിൽ, മക്കളില്ലാത്തവർ, വിവാഹ ബന്ധം തകർന്നു പോകുന്നവർ, വിവാഹം നടക്കാത്തവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണ കർത്താവ്. മക്കൾ ഇല്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് ജോലിയില്ലാത്തവർ, കർത്താവ് കേസ് അകപ്പെട്ടു പോയവർ, ജയിലകപ്പെട്ടു പോയവർ, സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുന്നവർ, കർത്താവ് വിദ്യാഭ്യാസത്തിൽ കർത്താവ് തകർന്നവർ, പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് വിസ ലഭിക്കാത്തവർ, PR ലഭിക്കാത്തവർ, പലതരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. തടസ്സങ്ങൾ മാറിക്കൊണ്ട് ആരാധനയിലൂടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിലുള്ളവർക്ക് നിങ്ങൾക്കും മൗനമായി പ്രാർത്ഥിക്കാവുന്നതാണ്. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആരെല്ലാം ഉപേക്ഷിച്ചാലും നിത്യതയോളം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഈ വചനത്തിലൂടെ, ഈ ആരാധനയിലൂടെ വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ